ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുനവ്വിർ പോലുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അമേരിക്കയെ തന്നെ വിറപ്പിച്ച ഒരു കൊലപാതകത്തെ പറ്റിയാണ്. വിലിസ്ക ആക്സ് മർഡർ. വിലിസ്ക എന്നൊരു പട്ടണത്തിൽ വെച്ച് സംഭവിച്ചുകൊണ്ടാണ് ഇതിനെ വിലിസ്ക ആക്സ് മർഡർ എന്ന് പറയാൻ കാരണം. ഒറ്റൊരു രാത്രി കൊണ്ട് ഒരു കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ആരോ ഒരാൾ വന്ന് കൊല്ലുന്നു. ആരാണെന്നോ എന്തിനാണെന്നോ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഇപ്പോൾ 110 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്നേ വരെ ഇതിനൊരു ഉത്തരം ആർക്കും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകാം. തെക്കു പടിഞ്ഞാറൻ അയോവയിലെ വിലിസ്ക എന്നൊരു പട്ടണത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു മൂർ ഫാമിലി. മാതാപിതാക്കൾ ജോസിയ, സാറ, അവരുടെ 4 മക്കൾ ഹെർമൻ, മേരി കാതറിൻ, ആർത്തർ ബോയ്ഡ്, പോൾ വെർണൻ, അങ്ങനെ മൊത്തം 6 പേർ. 1912 ജൂൺ 9 വൈകുന്നേരം ഒരു പ്രാദേശിക പരിപാടിക്ക് അവർ പങ്കെടുത്തു. തിരിച്ച് വീട്ടിൽ വന്ന അവരോടൊപ്പം അവരുടെ അതിഥികളായ 2 കൊച്ചുകുട്ടികളും ആ ഒരു ദിവസം രാത്രി അവരോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ മൂർ ഫാമിലിയുടെ അയൽവാസിയായ മേരി പക്ക മൂർ ഫാമിലി ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ശ്രദ്ധിച്ചു. അവർ അപ്പോൾ തന്നെ മൂർ ഫാമിലിയുടെ വീട്ടിൽ ചെന്ന് മുട്ടുകയും ഒച്ചിടുകയും ചെയ്തുവെങ്കിലും ആരും തന്നെ വാതിൽ തുറന്നില്ല. അവസാനം മേരി പക്ക മൂർ ഫാമിലിയിലെ ജോസിയുടെ സഹോദരനായ റോസ്മൂറിനെ വിളിച്ചു. റോസ്മൂറും ഒരുപാട് പ്രാവശ്യം മുട്ടുകയും ഒച്ചിടുകയും ചെയ്തുവെങ്കിലും ആരും തന്നെ വാതിൽ തുറന്നില്ല. അതിനുശേഷം റോസ്മൂറിന്റെ കയ്യിൽ ആ വീടിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടായിരുന്നു. ആ താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്ന് അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവർ അവിടെ വെച്ച് കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട റോസ്മൂർ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. അവരുടെ വീട്ടിൽ അതിഥികളായി വന്ന ആ 2 കൊച്ചു കുട്ടികളും ഉൾപ്പെടെ മൊത്തം ആ വീട്ടിൽ 8 പേർ മരണപ്പെട്ടിരിക്കുന്നു. പോലീസ് ആ വീട് അന്വേഷിച്ചപ്പോൾ കൊലപ്പെടുത്തിയ ആയുധമായ ഒരു കോടാലിയും അവർക്ക് അവിടെ നിന്ന് കിട്ടി. മാത്രവുമല്ല, രാത്രി 12 മണിക്കും പുലർച്ചെ 5 മണിക്കും ഇടയിലാണ് അവർ മരണപ്പെട്ടതെന്ന് ബോഡി പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. ഇതിലൂടെ അവർക്ക് വേറൊരു കാര്യവും കൂടി മനസ്സിലായി. കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവർ എല്ലാവരും ഒരു പ്രാദേശിക പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊലപാതകി അവരുടെ വീട്ടിൽ കയറുകയും അവർ ഉറങ്ങുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്തു. അയാൾ ആദ്യം കൊല ചെയ്തത് ജോസിയും സാറയുമായിരുന്നു. അതിൽ ജോസിയക്ക് കൂടുതൽ പരിക്കുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ കുട്ടികളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അന്വേഷണത്തിൽ കണ്ടെത്തിയത് അവരുടെ വീട്ടിൽ അതിഥിയായി വന്ന ലെന എന്ന പെൺകുട്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടെ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അയാളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവളുടെ ഇടത്തെ കൈയിൽ ഒരു ആയമേറിയ മുറിവും അവർ കണ്ടെത്തിയത്. ഈ കൊലപാതകം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആളുകളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യം വരുന്ന ആളാണ് ഫ്രാങ്ക് ഓഫ് ജോസ്. ഫ്രാങ്കിന് സ്വന്തമായിട്ട് ഒരു കടയുണ്ടായിരുന്നു. അതിൽ കൊല ചെയ്യപ്പെട്ട ജോസിയ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലങ്ങൾക്കു ശേഷം ജോസിയ ഫ്രാങ്കിന്റെ കട സ്വന്തമാക്കുകയും മാത്രവുമല്ല ഫ്രാങ്കിന്റെ മരുമകളോട് ജോസിയക്ക് ഒരു അഫെയറും ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാളായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ വ്യക്തമായ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ആളാണ് ആൻഡ്രൂ ഡെയർ. മൂർ ഫാമിലിയുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആൻഡ്രൂ ഡെയർ. ആൻഡ്രൂ ഡെയറിന്റെ പ്രധാന വാക്കുകളും ചിന്തകളും എല്ലാം ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ആൻഡ്രൂ ഡെയർ കിടന്നുറങ്ങുമ്പോൾ അടുത്ത് കോടാലി വെക്കുമായിരുന്നു. ആൻഡ്രൂ ഡെയർ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി പറയുന്നത് കൊലപാതകം നടന്ന പിറ്റേ ദിവസം ആൻഡ്രൂ ഡെയർ അന്നത്തെ പത്രം എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നുവെന്നും കൊലപാതക ദിവസം ആൻഡ്രൂ ഡെയർ വിലിസ്ക എന്നൊരു പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെന്നായിരുന്നു. പക്ഷേ ഇയാൾക്കുമെതിരെ ഒരു തെളിവും തന്നെ ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ആളാണ് റെവറൻഡ് ജോർജ് കെല്ലി. ഇയാൾ ഒരു മാനസിക രോഗമുള്ള ഒരാളാണ്. ഇയാൾ കൊലപാതക ദിവസം വിലിസ്ക എന്നൊരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് വേണ്ടി നടന്ന പ്രോഗ്രാമിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ പോയത്. എന്നാൽ ഇതിൽ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ താനാണ് ആ 8 പേരെ കൊന്നതെന്ന് റെവറൻഡ് കോടതിയോട് സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് അയാളുടെ മാനസിക പ്രശ്നമാണെന്ന് കരുതി കോടതി അയാളെ വെറുതെ വിടുകയായിരുന്നു ചെയ്തത്. ഇയാളെ 2 തവണ വിചാരണ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും മൂർ ഫാമിലി താമസിച്ച ആ വീട് ഇപ്പോൾ ഒരു പ്രേതാലമായി തുടരുന്നു. ആ വീടിൻ്റെ അടുത്ത് താമസിച്ചവരെല്ലാവരും പറയുന്നത് കൊലപാതകത്തിനു ശേഷം പല അമാനുഷിക സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നെന്നാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ മുനവ്വിർ ഇപ്പോൾ നടന്ന അടിപൊളി വീഡിയോസുകൾ സെറ്റാക്കിയിട്ട് വരുന്നവരെ ബൈ.